ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫറിനെ പറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ആണെങ്കിൽ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റി കുറേ ആളുകൾ ഇങ്ങനെ കമൻറ്റും റിയാക്ഷൻ വീഡിയോസ്, ഞാൻ 2-3 റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കാരണം വേറെ ഒന്നുമല്ല, ജാസ്മിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും ഇപ്പം വന്ന ഓളുടെ ആകെ മാറ്റവും കാര്യങ്ങളെ പറ്റിയാണ് ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ജാസ്മിന് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഡ്രസ്സിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ ലുക്കിലാണെങ്കിലും എല്ലാം കൊണ്ടും നന്നായിട്ട് ജാസ്മിൻ മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് ജാസ്മിൻ ആരെയും ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരോട് ഇങ്ങനെ വേറെ പ്രശ്നത്തിനോ കാര്യത്തിലോ ഒന്നും ജാസ്മിൻ ഇടപെടുകയോ ഒന്നുമില്ല. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണോ അത് നന്നായിട്ട് ജോലിയെല്ലാം വ്ളോഗും കാര്യങ്ങളുമായിട്ടും അത് നന്നായിട്ട് ജീവിക്കുന്നു. ഇപ്പം അതൊന്നുമല്ല ഇവിടെ വിഷയം. വേറെ കുറേ ആൾക്കാർ ഈ ഡ്രസ്സിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ജാസ്മിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം അത് വേറെ ഒന്നുമല്ല. ആദ്യം ജാസ്മിൻ ആണെങ്കിൽ നല്ല ഉമ്മച്ചിക്കുട്ടി എന്നൊക്കെ പറയാം, നല്ല ഇങ്ങനെ ഷോളൊക്കെ നന്നായിട്ടിട്ട് ഇപ്പം ഇടുന്നത് ചുരിദാർ മോഡലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തട്ടമൊക്കെ എപ്പോഴും ഇട്ടാണ് ജാസ്മിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജാസ്മിൻ പൂജയുടെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഇതുപോലെ ഞങ്ങളാണെങ്കിൽ അത്രയൊന്നും അടിക്കത്തില്ല. സ്പ്രേയുടെ ബ്രാൻഡ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അത്ര അടിക്കാൻ പറ്റത്തില്ല, ഹറാമാണ്. അതുപോലെ തന്നെ നഖത്തേൽ നെയിൽ പോളിഷോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂ, ഇപ്പോഴും ആ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ ഷോട്ടും കാര്യങ്ങളും ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഷോട്ടും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഈ കുഴിമന്തി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കുഴിമന്തി. ഇപ്പോൾ അതിറങ്ങിയ സമയത്ത് പലർക്കും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. കാരണം ചിക്കൻ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പക്ഷേ ഒരു തവണ ട്രൈ ചെയ്തവർ പിന്നെ അതെപ്പോഴും ഒന്ന് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് പലരും. എനിക്കറിയാം, ഞാൻ പലരും ഇങ്ങനെ കുഴിമന്തി ഇഷ്ടമുള്ളവരെ പറ്റി ഇങ്ങനെ അറിഞ്ഞത് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ആദ്യം ഇത് കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പക്ഷേ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ പണ്ടൊരു കാര്യം ഇഷ്ടമല്ലെന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ എന്തെങ്കിലും ഒരു കാരണമോ ഒന്നുമില്ല. നമ്മൾ ആൾക്കാരാണ്, നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമല്ല, നമ്മുടെ ഈ മൈൻഡും കാര്യങ്ങളുമാണ്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇപ്പം നമ്മൾ പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ ഒരു റോൾ മോഡലാക്കാമെന്ന് പറയാൻ വേറൊരു കാരണമുണ്ട്. ഇന്ന് തന്നെ നമ്മൾ ഒരു വാർത്ത കണ്ടതാണ്. നമ്മുടെ ഒരു പെൺകുട്ടി ഈ കളറിൻ്റെ പേരിൽ ഒരു 2-3-4 ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മൾ ഈ വ്യാഴാഴ്ചയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നു. അതായത് ഹസ്ബൻഡ് ഇതുപോലെ ഈ സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, സ്വർണം കുറച്ചാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആ പെൺകുട്ടിയെ പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ കുട്ടി ആത്മഹത്യ എന്നുള്ളൊരു സൊല്യൂഷൻ തിരഞ്ഞെടുക്കുക ചെയ്തു. നമ്മൾ പക്ഷേ ജാസ്മിനെ ഒരു റോൾ മോഡലാക്കുക എന്ന് പറഞ്ഞത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോ ലോക ജനത ഫുള്ള് കാണുന്ന ഒരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷോയിൽ വന്ന ഒരുപാട് ജാസ്മിന് ഹേറ്റേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടും പല രീതി ജാസ്മിനെ വേദനിപ്പിച്ചിട്ടുകൊണ്ട് വൃത്തിയില്ല, അല്ലെങ്കിൽ ഉളുപ്പില്ല, അല്ലെങ്കിൽ വൃത്തികെട്ടവളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ജാസ്മിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെയാണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിടിച്ച് നിൽക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തിട്ടുണ്ട്, ആ പെൺകുട്ടി ഇറങ്ങിക്കഴിയുമ്പോൾ ഈ കമൻസും ഈ ആൾക്കാരെയൊക്കെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും, ഇനി ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ അവിടെ അതൊന്നുമല്ല കാണിച്ചത്. എങ്ങനെ ഒരു
പ്രശ്നം വന്ന് അത് നേരിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക, തളരാതെ പിടിച്ച് നിൽക്കാം. തളർന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് തൻ്റെ വീട്ടുകാർക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉപ്പയും ഉമ്മയും ചേർത്ത് പിടിച്ച് ജാസ്മിൻ മുന്നോട്ട് പൊരുതി തന്നെ ജീവിക്കുകയാണ്. അതുപോലെ തന്നെ ജാസ്മിൻ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ മിണ്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് ജാസ്മിൻ അവരോട് ഇഷ്ടപ്പെടുകയും എല്ലാം തുറന്ന് പറയുകയും മുന്നോട്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ലാസ്റ്റിൽ അവർ തന്നെ ജാസ്മിനെ ചതിക്കുക ചെയ്യുക, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ജാസ്മിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്കതാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഒരാളെ ഇഷ്ടപ്പെട്ട് അവരെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജാസ്മിൻ്റെ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് ചതിച്ച് കഴിഞ്ഞാണ് ജാസ്മിൻ അറിയുന്നത് അവർ തന്നെ ചതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ജാസ്മിൻ പിന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ജാസ്മിന് തോന്നിക്കാണും ഇപ്പോൾ നല്ല മോഡേണായിട്ട് ജീവിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാതെ തൻ്റെ ഇഷ്ടം എന്താണോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ജാസ്മിൻ ഈ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാതെ തനിക്കെന്താണോ ഇഷ്ടം അത് മനസ്സിലാക്കി ജീവിക്കുക. പിന്നെ കൂടുതൽ ഈ ചതിയിലും കാര്യങ്ങളിലും ഒക്കെ ചെന്ന് ചാടാതെ, ഇപ്പം നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വേണം. അതുപോലെ തന്നെ തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടി ഇപ്പം മനസ്സ് തളരാതെ അതിനെ പ്രതികരിച്ച് നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരെ ഇഷ്ടപ്രകാരം നമ്മൾ ഒരിക്കലും ജീവിക്കാതിരിക്കുക. അങ്ങനെ ജീവിക്കാൻ പോയാലാണ് നമ്മൾ കൂടുതലും പ്രശ്നത്തിൽ ചാടുന്നത്. ഇപ്പം തന്നെ ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് അതുങ്ങൾക്ക് ചിലപ്പം താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഈ ഓരോ കളറിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ അതുങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കാമായിരുന്നു, ഇതെല്ലാം പൊരുതി അല്ലെ ഡിവോഴ്സ് ചെയ്ത് നന്നായിട്ട് ജീവിക്കാമെന്ന് കരുതാമായിരുന്നു.